ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഹാശിവരാത്രി ദിവസമായ ഫെബ്രുവരി 26 ഒരു 4 കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഭഗവാന് പൂജ ചെയ്യേണ്ട വിധത്തെപ്പറ്റി പറയാനാണ്. ഈ 4 കാര്യങ്ങൾ പറയുന്നത് എല്ലാം ചെയ്യണമെന്നില്ല, എല്ലാം ചെയ്താലും തെറ്റില്ല. കാരണം ഫെബ്രുവരി 26 ആ ദിവസം മുഴുവനും അതുപോലെ തന്നെ അന്ന് രാത്രിയും നമ്മൾ ഇതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രമായി തിരഞ്ഞെടുത്തും ചെയ്യാവുന്നതാണ്. എല്ലാം വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് തരുന്ന പരിഹാരങ്ങളാണ്. അടുത്ത ശിവരാത്രിക്ക് മുമ്പ് നിങ്ങൾ ഭഗവാന്റെ മുൻപിൽ വെക്കുന്ന ആഗ്രഹം ഭഗവാൻ തീർച്ചയായും സാധിച്ചു തന്നിരിക്കും. ഭഗവാനിലുള്ള പൂർണ്ണ വിശ്വാസവും ഭക്തിയോടും കൂടി ഓരോ പരിഹാരങ്ങളും ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുതേ. ആദ്യമായി ഞാൻ ശനിദേവൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് പറയുന്നത്. ഈ വരുന്ന മാർച്ച് 25 ശനി രാശി മാറുകയാണ്. ഇത്ര നാളും അഷ്ടമശനിയും ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ ഉള്ളവർക്ക് കുറച്ച് പേർക്ക് അതൊക്കെ മാറും. കുറച്ച് പേർക്ക് ഏഴരശനി അതുപോലെ തന്നെ നിലനിൽക്കും. വളരെ കുറച്ച് പേർക്ക് ഇവ അവരുടെ ജീവിതത്തിലോട്ട് വീണ്ടും തിരിച്ചു വരും. അപ്പം നമുക്ക് ശനിദേവൻ്റെ കൃപ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആദ്യം തന്നെ ശനിദേവൻ്റെ കൃപ കിട്ടാൻ മഹാശിവരാത്രി ദിവസം ചെയ്യേണ്ടുന്ന ഒരു പരിഹാരം, ഇത് വളരെയധികം ഓസ്പീഷ്യസ് ആണ്. കാരണം അന്ന് 26 2+6 കൂട്ടുമ്പം നമുക്ക് കിട്ടുന്ന 8 ആണ്. 8 എന്ന് പറയുന്നത് ശനിദേവൻ്റെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഈ ഒരു പരിഹാരത്തിന് നല്ല ഫലവും ലഭിക്കും. ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. കേരളത്തിൽ ക്ഷേത്രത്തിൽ കയറി ശിവപൂജ നടത്താൻ പറ്റുകയില്ല. കേരളത്തിന് വെളിയിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി കേരളത്തിൽ താമസിക്കുന്നവർക്ക് വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ വീട്ടിൽ ശിവലിംഗത്തിന് പൂജ ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നല്ലെണ്ണ എടുക്കുക. നല്ലെണ്ണയിൽ ഒരല്പം കറുത്ത എള്ള് ഇട്ടതിന് ശേഷം അതുകൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുക. അഭിഷേകം ചെയ്ത് തീർത്തതിന് ശേഷം 108 തവണ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ചൊല്ലുക. ഇത് ശിവരാത്രി ദിവസം മാത്രമായിട്ടും ചെയ്യാം. അതല്ല, ഇപ്പം ശനി ദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക്, ഇനി അഷ്ടമശനി കണ്ടകശനി ഏഴരശനിയൊക്കെ വരുന്നവർക്ക് തുടർച്ചയായി വരുന്ന എല്ലാ ശനിയാഴ്ചയും ഇത് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലുള്ള ശനിയുടെ അപ്രീതി മാറി നമുക്ക് ശനി ദോഷം കുറയാനായിട്ട് ഈ ഒരു വഴിപാട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് നമുക്ക് ദാരിദ്ര്യമോചനമാണ്. ദാരിദ്ര്യമോചനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണമില്ലായ്മ അതുപോലെ വസ്ത്രമില്ലായ്മയൊന്നുമല്ല. എല്ലാ രീതിയിലുമുള്ളൊരു ദാരിദ്ര്യമോചനം, നമ്മുടെ ഭാഗ്യക്കേട് മാറി ഭാഗ്യമുണ്ടാവാനായിട്ടുള്ള ഒരു വളരെ എളുപ്പമുള്ള ഒരു പരിഹാരം. അത് 2 രീതിയിൽ പറയുന്നുണ്ട്. ഈ 2 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ആദ്യത്തേത്, ഒന്നെങ്കിൽ ഒരു സിൽവർ, ബ്രാസ്, കോപ്പർ കുടമോ കിണ്ടിയോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ നല്ല ശുദ്ധമായ ജലം എടുക്കുക. അതിൽ സിൽവർ കോയിൻ ഇടുക. സിൽവർ കോയിൻ തന്നെ വേണം ഇതിന്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് 2 രീതിയിൽ പറയുന്നത്. സിൽവർ കോയിൻ ഇട്ട് ആ വെള്ളം കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്തതിന് ശേഷം ഭഗവാന് 11 വെള്ളപ്പൂക്കൾ, മുല്ലപ്പൂ, പിച്ചിപ്പൂ, വെള്ള റോസാപ്പൂ, അതുപോലെ തന്നെ വെള്ള മന്ദാരം, നന്ദിയാർവട്ടം, അങ്ങനെയുള്ള എന്ത് പൂവും ഭഗവാന് സമർപ്പിക്കാം. 11 എണ്ണം മതി. ശേഷം 11 നെയ് ദീപവും ഭഗവാന് മുൻപിൽ കത്തിച്ച് വെക്കാവുന്നതാണ്. ഇനി സിൽവർ കോയിൻ ഇല്ല എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതുപോലെ തന്നെ കുടത്തിൽ അല്ലെങ്കിൽ കിണ്ടിയിൽ വെള്ളമെടുക്കുക. അതിൽ ഒരല്പം മസൂർ ദാലും ശർക്കരയും ചേർക്കുക. മസൂർ ദാൽ എന്ന് പറയുന്നത് ഓറഞ്ച് കളറിലെ പരിപ്പാണ്. ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അതും ഒരു ശകലം മതിയായിരിക്കും. ഒരു
സ്പൂൺ മസൂർ ദാൽ, ഒരൽപ്പം ശർക്കരയും കൂടെ ഇട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം അതുകൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യുക. എന്നിട്ട് ഓം ഋണമുക്തീശ്വരായ മഹാദേവായ നമ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലുക. ആദ്യം പറഞ്ഞ സിൽവർ കോയിൻ ഇട്ടുള്ള പരിഹാരത്തിനും ഈ മന്ത്രം ചൊല്ലണം. അതുപോലെ തന്നെ മസൂർ ദാലും ശർക്കരയും ഇട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം ഈ മന്ത്രം ചൊല്ലണം. ഇത് നിങ്ങൾക്ക് തുടർച്ചയായി എല്ലാ തിങ്കളാഴ്ചകളിലും ചെയ്തു വരാവുന്നതാണ്. അതിനോടൊപ്പിച്ച് ദാരിദ്ര്യ ദഹന സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രമുണ്ട്. ഓം വിശ്വേശ്വരായ എന്നാണ് ആ സ്തോത്രം തുടങ്ങുന്നത്. അത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ മന്ത്രം, ആ സ്തോത്രവും നിങ്ങൾക്ക് ഈ ഒരു അഭിഷേകം ചെയ്തതിന് ശേഷം ചൊല്ലാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ സർവ്വവിധത്തിലുമുള്ള ദാരിദ്ര്യം മാറി, ഭാഗ്യക്കേട് മാറി, ഐശ്വര്യമുണ്ടാവാൻ ഇത് സഹായിക്കും. അടുത്തത് മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പരിഹാരമാണ്. ഇത് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായ സമയം എന്ന് പറയുന്നത് നിഷിദ്ധകാല സമയമാണ്. ഞാൻ ഈ മുൻപ് പറഞ്ഞ എല്ലാം ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നിഷിദ്ധകാലമാണ്. പക്ഷേ മറ്റേത് സമയത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു സമയമാണ്. കാരണം നിഷിദ്ധകാല സമയം എപ്പോഴാണെന്നുള്ളത് ഇന്നലെ ഞാൻ ഇട്ട ശിവരാത്രി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടാൽ നിഷിദ്ധകാല സമയം അറിയാവുന്നതാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ചെയ്താൽ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ശിവലിംഗം വീട്ടിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ശിവലിംഗം ഇല്ല എന്ന് പറയുന്നവർ ഒന്നുകിൽ ഭസ്മം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കുക. അതും ഞാൻ എങ്ങനെയാണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭസ്മം കൊണ്ട് ശിവലിംഗം ഉണ്ടാക്കാൻ പറ്റില്ല, വീട്ടിൽ ഭസ്മമില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരൽപ്പം പച്ചരി എടുത്ത് നന്നായി വേവിക്കുക. നന്നായി വേവിച്ച് അത് തണുത്തതിന് ശേഷം അതുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുക. ആ ശിവലിംഗം ഉണ്ടാക്കി ബ്രാസ് പ്ലേറ്റിലോ വാഴയിലയിലോ വെറ്റിലയിലോ വെച്ചതിന് ശേഷം 108 ഗോതമ്പ് മണികൾ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യണം. ഗോതമ്പ് പൊടിയല്ല, ഗോതമ്പ് മണി, ഹോൾ ഗോതമ്പാണ് വേണ്ടത്. ഞാൻ അതിൻ്റെ ഫോട്ടോയും ഇവിടെ കാണിച്ചിട്ടുണ്ട്, സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് മന്ത്രം ചൊല്ലണം എന്ന് ചോദിച്ചാൽ, ഓം ശ്രീ ഗൗരി ഗണേശായ നമ. ഇതാണ് മന്ത്രം. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ മന്ത്രം ചൊല്ലി 108 തവണ ഓരോ ഗോതമ്പ് മണികളായി ശിവലിംഗത്തിന് അർച്ചന ചെയ്യും. തീർച്ചയായും നിങ്ങൾക്ക് ഈ അർച്ചന ചെയ്യുന്നതിൻ്റെ ഫലം ഭഗവാൻ തന്നിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, നിഷിദ്ധകാലമാണ് ഇതിനുള്ള ഏറ്റവും നല്ല സമയം. കാരണം പാർവതീദേവി ഭഗവാനെ പൂജിച്ച സമയമാണത്. അതും ലിംഗപൂജ ചെയ്ത സമയമാണ്. ആ സമയത്തിന് വളരെയധികം ശക്തിയുണ്ട്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാവാനുള്ള ഒരു പരിഹാരമാണ്. ഇത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും, എത്ര പേർക്ക് ഇത് കിട്ടും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ശ്രമിച്ചു നോക്കണം. അതായത് 5 ഉമ്മത്തിൻ കായ എടുക്കണം. ഞാനിവിടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഉമ്മം, ദത്തൂര എന്ന് ഹിന്ദിയിൽ പറയും. ഉമ്മത്തിൻ കായ എന്നാണ് പറയുന്നത്. ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫോട്ടോ കാണിച്ചാൽ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുറത്തിങ്ങനെ മുള്ളുപോലെ ഇരിക്കും. ഇത് 5 എണ്ണം വേണം. വളരെ ചെറുതാണ്. മഹാദേവന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കായാണ്. ഇത് 5 എണ്ണം എടുക്കണം. 5 എണ്ണത്തിൽ ഒരെണ്ണത്തിൽ കലാവ അല്ലെങ്കിൽ ചുമന്ന കളർ നൂല്, കലാവ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ ഈ നൂല്. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചുമന്ന കളറിലെ നൂല് കൊണ്ട് 5 പ്രാവശ്യം ആ ഉമ്മത്തിൻ കായെ ചുറ്റണം. ചുറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ വീട്ടിൽ അടുത്ത ഒരു വർഷം ധനസമൃദ്ധി ഉണ്ടാകണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചുറ്റാനായി. ബാക്കി മിച്ചമുള്ള 4 ഉമ്മത്തിൻ കായിൽ നമ്മൾ മഞ്ഞൾ കൊണ്ട് ഓരോ പൊട്ടും തൊടണം. ജസ്റ്റ് മഞ്ഞൾ വെള്ളത്തിൽ കുഴച്ച് ഇച്ചിരി കട്ടിക്ക് പൊട്ട് വെച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്തതിന് ശേഷം ഈ 5 കായും എടുത്ത് നമ്മൾ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി
അവിടെ ചെന്ന് മഹാദേവന് ആദ്യം നമ്മൾ സമർപ്പിക്കേണ്ടത് നൂലുകൊണ്ട് കെട്ടിയ ഉമ്മത്തിൻകാ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ വീട്ടിൽ വരുന്ന ശിവരാത്രി വരെ ധനസമൃദ്ധി ഉണ്ടാകണമെന്ന്. ശേഷം ബാക്കിയുള്ള ഓരോ ഉമ്മത്തിൻ്റെ കായും ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് ഭഗവാന് സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് തിരിച്ച് നമുക്ക് വീട്ടിൽ പോരാവുന്നതാണ്. വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഓരോ പരിഹാരവും. അവനവന് ഏതാണോ വേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.